2008 മെയ് 21 മോസ്കോയിലെ പെയ്തൊഴിയാത്ത മഴയിൽ ചാമ്പ്യൻസ് ലീഗ് ട്രോഫി നെഞ്ചോടടക്കി പിടിച്ച് അവൻ കരയുകയായിരുന്നു. ആ കണ്ണീരിന് പിന്നിൽ വർഷങ്ങളുടെ പോരാട്ടത്തിൻ്റെ കഥയുണ്ടായിരുന്നു. പരിഹാസങ്ങളുടെ, കുറ്റപ്പെടുത്തലുകളുടെ, വഞ്ചകനെന്ന വിളിപ്പേരുകളുടെ ഭാരം പേറിയ ഒരു യാത്ര. ഒരൽപ്പം പിറകോട്ട് നടക്കാം. 2002 ജൂലൈ 22 ഇംഗ്ലീഷ് ഫുട്ബോളിന്റെ ചരിത്രം തന്നെ തിരുത്തിക്കുറിച്ച് ലീഡ്സ് യുണൈറ്റഡിൽ നിന്ന് അക്കാലത്തെ റെക്കോർഡ് തുകയ്ക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരു പ്രതിരോധ താരത്തെ സൈൻ ചെയ്യുന്നു. 30 മില്യൺ പൗണ്ട്. അന്ന് ഫുട്ബോൾ ലോകം അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. ഒരു പ്രതിരോധ താരത്തിന് ഇത്രയും വലിയ വിലയോ? മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഭ്രാന്ത് കാണിക്കുകയാണെന്ന് ബ്രിട്ടീഷ് മാധ്യമങ്ങൾ എഴുതി. എന്നാൽ അന്ന് സർ അലക്സ് ഫെർഗുസൻ എന്ന തന്ത്രശാലിയായ മാനേജർക്ക് ഒരു കാര്യത്തിൽ ഉറപ്പുണ്ടായിരുന്നു. ഇവൻ വരുന്നത് യുണൈറ്റഡിന്റെ പ്രതിരോധ നിരക്കാക്കാൻ മാത്രമല്ല, ചരിത്രം തിരുത്തി എഴുതാനാണ്. ലണ്ടനിലെ പെക്കാമിലെ തെരുവുകളിൽ പന്ത് തട്ടി വളർന്ന ഒരു സാധാരണ പയ്യൻ. വെസ്റ്റ് ഹാമിലെ അക്കാദമിയിലൂടെ ഉയർന്നു വന്ന അവൻ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഇംഗ്ലണ്ടിലെ ഏറ്റവും മികച്ച യുവ പ്രതിരോധ താരമായി മാറി. 2018 മില്യൺ പൗണ്ടിന് ലീഡ്സ് യുണൈറ്റഡ് റിയോയെ സ്വന്തമാക്കി. അന്ന് ആ വൈരികളായ ക്ലബിൽ അവൻ നായകനായി ലീഡ്സിനെ ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനൽ വരെ എത്തിച്ചു. എന്നാൽ സ്വർണ്ണക്കൂടാരത്തിന് പിന്നിൽ സാമ്പത്തിക ബാധ്യതകളുടെ വിള്ളലുകൾ വീഴുകയായിരുന്നു. ലീഡ്സ് യുണൈറ്റഡ് കടക്കണിയിലായി. ക്ലബിന്റെ അതിജീവനത്തിന് അവരുടെ ഏറ്റവും മൂല്യമുള്ള സ്വത്തിനെ തന്നെ വിൽക്കേണ്ടി വന്നു. അക്കാലത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡും ലീഡ്സ് യുണൈറ്റഡും തമ്മിലുള്ള ശത്രുത വെറുമൊരു ഫുട്ബോൾ മത്സരമല്ല, അതൊരു യുദ്ധമായിരുന്നു. അതിനാൽ തന്നെ റിയോയെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് നൽകുവാൻ ലീഡ്സ് ആരാധകർ ഒരിക്കലും തയ്യാറല്ലായിരുന്നു. എന്നാൽ 2002 വേൾഡ് കപ്പിൽ ഇംഗ്ലണ്ടിനായി റിയോ ഫെർഡിനാൻഡ് കാഴ്ചവെച്ച പ്രകടനം കണ്ട് അലക്സ് ഫെർഗുസൻ ഉറപ്പിച്ചു, എനിക്ക് റിയോയെ വേണം, എന്ത് വില കൊടുത്തും. ആഴ്ചകൾ നീണ്ട ചർച്ചകൾ, എല്ലാൻഡ് റോഡിലെ ഓഫീസ് മുറികളിൽ ഉയരുന്ന വാദപ്രതിവാദങ്ങൾ, ഒടുവിൽ ലീഡ്സ് ആരാധകരുടെ കഠിനമായ എതിർപ്പുകളെ പോലും മറികടന്ന് റിയോ ഫെർഡിനാൻഡ് യുണൈറ്റഡിലേക്ക് ഒരു ട്രാൻസ്ഫർ റിക്വസ്റ്റ് നൽകി. 2002 ജൂലൈ 22 അവൻ ഓൾഡ് ട്രാഫോർഡിന്റെ പടവുകൾ കയറി. അന്നുവരെയുള്ള എല്ലാ റെക്കോർഡുകളും തകർത്ത് 30 മില്യൺ പൗണ്ടിന്റെ കരാർ. ലീഡ്സ് ആരാധകർ അവനെ വഞ്ചകൻ എന്ന് വിളിച്ചു. എല്ലാൻഡ് റോഡിൽ അവൻ തിരികെ എത്തിയപ്പോൾ കടുത്ത തെറിവിളികളോടെയായിരുന്നു അവർ സ്വീകരിച്ചത്. 2003 ഡിസംബർ റിയോയുടെ കരിയറിലെ ഏറ്റവും ഇരുണ്ട അധ്യായം. ഒരു ഡ്രഗ് ടെസ്റ്റിന് ഹാജരാകാൻ മറന്നുപോയതിൻ്റെ പേരിൽ ഫുട്ബോൾ അസോസിയേഷൻ അവന് നൽകിയത് ക്രൂരമായ ശിക്ഷയായിരുന്നു. 8 മാസത്തെ വിലക്ക്. അവൻ മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നില്ല, പരിശോധനയിൽ പരാജയപ്പെട്ടിട്ടുമില്ല, വെറുമൊരു മറവി. യൂറോ 2004 അങ്ങനെ അവന് നഷ്ടമായി. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് അവരുടെ പ്രധാന താരത്തെ തന്നെ കളത്തിൽ ലഭിക്കാതെയായി. എന്നാൽ ആ ഇരുണ്ട കാലഘട്ടത്തിൽ സർ അലക്സ് ഫെർഗുസൻ റിയോ ഫെർഡിനാൻഡിന് ഒരു പിതാവിനെ പോലെ കാവൽ നിന്നു. നീ തിരിച്ചു വരും, കൂടുതൽ ശക്തനായി എന്ന് അദ്ദേഹം അവൻ്റെ ചെവിയിൽ മന്ത്രിച്ചു കൊണ്ടിരുന്നു. തിരിച്ചുവരവ് ഒരു കൊടുങ്കാറ്റ് പോലെയായിരുന്നു. 2006 സെർബിയയിൽ നിന്ന് നെമാനിയ വിദിച്ച് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലെത്തി. അവിടെ പിറന്നു ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും ഭയാനകവും മനോഹരവുമായ ഒരു ഡിഫൻസീവ് കൂട്ടുകെട്ട്, റിയോ ഫെർഡിനാൻഡ് ആൻഡ് നെമാനിയ വിദിച്ച്. വിദിച്ച് ഒരു പാറ പോലെ ശത്രുക്കളുടെ ആക്രമണങ്ങളെ തടുത്തിട്ടപ്പോൾ റിയോ ഒരു സർജന്റെ കൃത്യതയോടുകൂടി പന്ത് കാൽക്കലാക്കി മുന്നിലേക്ക് നയിച്ചു. അവർ രണ്ടുപേരും ചേർന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഗോൾ പോസ്റ്റിന് മുന്നിൽ പ്രതിരോധ കോട്ട പണിതു. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ 12 വർഷങ്ങൾ. ആ കരിയർ കണക്കുകൾ നോക്കിയാൽ ആരും അമ്പരന്ന് പോകും. 6 പ്രീമിയർ ലീഗ് ടൈറ്റിലുകൾ, ഒരു ചാമ്പ്യൻസ് ലീഗ്, ഒരു ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ്, 2 ലീഗ് കപ്പുകളും 4 FA കമ്മ്യൂണിറ്റി ഷീൽഡുകളും. യുണൈറ്റഡിനായി 455 മത്സരങ്ങളിൽ നിന്ന് 203 ക്ലീൻ ഷീറ്റുകൾ. 2013 മെയ് മാസം സർ അലക്സ് ഫെർഗുസന്റെ ഓൾഡ് ട്രാഫോർഡിലെ അവസാന മത്സരം, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് സ്വാൻസി സിറ്റി. മത്സരം 1-1 എന്ന് സമനിലയിൽ നിൽക്കുകയാണ്. 87-ാം മിനിറ്റിൽ ഒരു കോർണർ കിക്കിൽ നിന്ന് മനോഹരമായ ഒരു വോളിയിലൂടെ പന്ത് വലയിലെത്തിച്ച് റിയോ ഫെർഡിനാൻഡ് വിജയ ഗോൾ നേടി. സർ അലക്സ് ഫെർഗുസന് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ നൽകിയ ഏറ്റവും വലിയ യാത്രയയപ്പ് സമ്മാനമായിരുന്നു ആ ഗോൾ. ഇന്ന് 30 മില്യൺ പൗണ്ട് എന്നത് ഫുട്ബോളിൽ ഒരു ചെറിയ തുകയാണ്. എന്നാൽ 2002
അലക്സ് ഫെർഗുസൺ മുടക്കിയ ആ 30 മില്യൺ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച നിക്ഷേപങ്ങളിലൊന്നായിരുന്നു. ഓൾഡ് ട്രാഫോർഡിൻ്റെ മണ്ണിൽ എന്നും ആ 5-ാം നമ്പർ ജേഴ്സിയുടെ ഓർമ്മകൾ അലയടിച്ചുകൊണ്ടേയിരിക്കും.